അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ? അവർ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വളരെ അധികം ആഴമുള്ള ഒരു പ്രണയമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ളതെന്ന് കാണുന്നുണ്ട്. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ. അവർ ചിലപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവാനായിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഓക്കെ. ആൻഡ് യെസ്, നിങ്ങൾ തമ്മിൽ ഒരുപാട് തരത്തിൽ കമ്മ്യൂണിക്കേഷൻ, ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ അരികിൽ ഉള്ളതായിട്ടൊരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സെയിം ഫീലിംഗ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. എത്ര നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു നിമിഷം പോലും നിങ്ങൾക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ നിങ്ങളെ കുറിച്ച് ഓർക്കാണ്ടിരിക്കാൻ കഴിയുന്നില്ല. അത്രയധികമായിട്ടുള്ളൊരു ഫീലിങ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ. മേ ബി ഈ വ്യക്തി ഒരുപാട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളോട് പെരുമാറിയിരുന്നാൽ പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. എപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയെ പറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് കൂടുതൽ പേർക്കും ഇവിടെ കാണുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള കണക്ഷനാണ്. യെസ്, ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനല്ല അവർ ഒരു മാരേജിനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് ലൈഫ് സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ജെനുവിനായിട്ട് തന്നെ നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു സെപ്പറേഷൻ ഒരിക്കലും ഈ ഒരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ എപ്പോഴും അവർ ഈ ഒരു സെപ്പറേഷനിൽ അവർ ഒരുപാട് വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്രയധികം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. സെയിം ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ. ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്. ഓക്കെ. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആയിട്ട് മാറണം എന്ന് വളരെ ഡീപ്പായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ആയിട്ട് ആ ഒരു കാര്യം തന്നെ ഈ ഒരു കാർഡ്സിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. അവരുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾക്കായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. എങ്കിൽ കൂടിയും ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ സെപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആണ്. ട്വിൻ ഫ്ലെയിം സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോവാണ്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ആഴമേറിയതാണ് എന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്ക് മനസ്സിലാവാനായിട്ട് യൂണിവേഴ്സായിട്ട് തന്നിരിക്കുന്ന ഒരവസരം ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ ഒരുപാട് അഡിക്റ്റഡ് ആണ്. അവർക്ക് മറ്റൊരു കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾ ഉണ്ടാവണം എന്നവർ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം ഈ വ്യക്തി നിങ്ങളിൽ അഡിക്റ്റഡ് ആണ്. ഓക്കെ. നിങ്ങളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ വോയിസ് അവർക്ക് കേൾക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ വളരെയധികം ഒരു വല്ലാത്തൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു മൂഡിലാണ് അവരിപ്പോൾ ഉള്ളത്. ഓക്കെ. യെസ്, യു ആർ വർത്തി ഓഫ് ലവ്. ഓക്കെ. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രയധികം വളരെ തീവ്രമായിട്ടുള്ള, അവർക്കൊരു ഫയർ എനർജി ഒക്കെ കൊടുക്കുന്ന അത്രയും തീവ്രമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഒരു പ്രണയമാണ് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ മനസ്സുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ചിന്തിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. നിങ്ങൾ അർഹിക്കുന്ന സ്നേഹം അവർ നൽകണം. അവരുടെ ഇമ്മച്ചുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളിൽ നിന്നും അവർ അകന്നു പോയതായിരിക്കാം. അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു സെപ്പറേഷൻ ഇപ്പോൾ ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അർഹിക്കുന്ന സ്നേഹം, കമ്മിറ്റ്മെന്റ് ഒക്കെയും അവർ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ സമയം, അവരുടെ കമ്മിറ്റ്മെന്റ് ഒക്കെയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ്. ലൈഫ് ലോങ് ഉള്ള നിങ്ങളുടെ സപ്പോർട്ടാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്.
ഓക്കെ. നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു കാര്യമാണ്. അവര് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേരും എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് അവർ നിങ്ങളോട് പറയാനും ആഗ്രഹിക്കുകയാണ്. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം പല കാര്യങ്ങളും തുറന്ന് പറയാൻ മടിക്കുന്നുണ്ട്. ഓക്കെ. ഈ റിലേഷൻഷിപ്പ് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരസ്പരം ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. കമ്മ്യൂണിക്കേഷനാണ് എല്ലാത്തിനുമുള്ള ഒരു കീ ആയിട്ട് നിങ്ങൾക്കിടയിൽ ഉള്ളത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം മറച്ചു വെച്ചിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾക്കുള്ളത്. ആ ഒരു കാര്യം അവിടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോക്കായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. വർക്ക് ഓൺ യുവർ കണക്ഷൻ. ഓക്കെ. ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്പിരിച്വൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണ്. സ്പിരിച്വലി ആൻഡ് ഫിസിക്കലി അവർ നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഈ ഒരു സമയത്ത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പലർക്കും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഈ വ്യക്തിയെ കാണുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഈ വ്യക്തിയെ ആദ്യമായിട്ട് നിങ്ങൾ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ എന്ന് പോലും ഉള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സണൽ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതിരുന്ന അത്രയധികമായിട്ടുള്ള സ്നേഹം അവരുടെ മനസ്സിലുണ്ട്. അവർ നിങ്ങളെ വളരെ അൺകണ്ടീഷണൽ ആയിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ. യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ. അവര് നിങ്ങളെ അവരുടെ ട്വിൻ ഫ്ലെയിം ആയിട്ട് തന്നെയാണ് കാണുന്നത്. മേ ബി ഒരു സെപ്പറേഷൻ അവർക്ക് ആ ഒരു അവേക്കനിങ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. അവർ തിരിച്ചറിയാണ് മേ ബി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യവും നിങ്ങൾ ട്വിൻ ഫ്ലെയിം കണക്ഷനിലുള്ളവരാണ്. കൂടുതൽ പേരും ആ ഒരു എനർജിയിലുള്ളവരാണ്. ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ. ഓക്കെ. നിങ്ങളുടെ ആ ഒരു സാമീപ്യം ഇല്ലാത്തൊരു മൊമെന്റിൽ പോലും അവർ നിങ്ങളുടെ പിക്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലെ ഉള്ള നെഗറ്റിവിറ്റീസ് ആയിരിക്കാം. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസോ ഫാമിലി ഇഷ്യൂസോ ഒക്കെ ഉണ്ടാവാം. അത്തരം കാര്യങ്ങൾ, അത്തരം അവർക്കുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അവരെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ്. ആൻഡ് ഐ മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. Okay, I wish you could hear beside me. I miss you, miss you, miss you. Okay, അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യാണ്. ഓക്കെ. ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്നവർ ചിന്തിച്ചു പോയാണ്. അത്രമാത്രം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്.